കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3, 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു നിക്കോദെമോസിനോട് അരുൾ ചെയ്തു, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശം വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നുവെന്ന് വെളിപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ വായന യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന ഇന്നലത്തെ വായനയുടെ തുടർച്ചയാണ്. ആ വായനയിൽ ഈശോയും നിക്കോദെമോസും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ പൂർത്തീകരണമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വായനകളിലുമൊക്കെ വളരെ ശ്രദ്ധേയവും വളരെ ഹൃദയസ്പർശിയും വളരെ പ്രിയങ്കരവുമായിട്ടുള്ള ഒരു വചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ദൈവം മനുഷ്യരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന വചനഭാഗമാണിത്. പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അധികമായി പ്രത്യേകമായി വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളുള്ള സ്നേഹം വെറും വാക്കിലോ അല്ലെങ്കിൽ വെറും എഴുത്തിലോ ലിഖിതങ്ങളിലോ മാത്രമല്ല, മറിച്ച് ആ സ്നേഹം കർത്താവ് കാണിച്ചത് തൻ്റെ ഏകജാതനെ നമുക്ക് സമർപ്പിച്ചതുകൊണ്ടാണ്. തൻ്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ടാണ് പിതാവായ ദൈവം ആ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുന്നത്. വേറെ ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള ഒരു സമർപ്പണമല്ല. അല്ലെങ്കിൽ ഈ അർപ്പണം നമുക്ക് വേറൊരു രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, വളരെ വേദനാജനകമായ ഒരു സമർപ്പണമാണ്. തൻ്റെ ചങ്കിനെ, തൻ്റെ ഏകജാതനെ, ഏകപുത്രനെ നമുക്ക് വേണ്ടി നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കർത്താവായ ദൈവം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമർപ്പണമാണ്. സ്നേഹമുള്ളവരെ, ഏറ്റവും വലുതായ സമർപ്പണമാണ്. നമ്മളെ വീണ്ടെടുക്കുന്നത് അത്രയ്ക്കും വില കൊടുത്തുകൊണ്ടാണ് എന്നുള്ള ബോധ്യത്തിലാണ് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പിതാവായ ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി കുരിശുമരണത്തിലും പീഡാസഹനത്തിലും വിട്ടുകൊടുത്തുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവിധം നമ്മളെ ഓരോരുത്തരെയും കർത്താവായ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്രയും വലിയ ആഴമായ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്നേഹം, പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അഗാധമായ സ്നേഹം നമ്മൾ അവഗണിക്കരുത്. പിതാവായ ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന ഈ വലിയ സ്നേഹം നമ്മൾ നിരസിക്കരുത്. അത് വ്യക്തിപരമായിട്ട് നമ്മൾ അനുഭവിക്കുവാനും അറിയുവാനും കർത്താവിൽ നിലനിൽക്കുവാനും വേണ്ടിയാണ് ഈശോയെ നമുക്കായിട്ട് നൽകിയത്. ഈശോ പിതാവ് ഇന്നും നമ്മളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്
കൂദാശകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും അപ്പമായി നമ്മൾ കുർബാനയിൽ സ്വീകരിക്കുന്ന, നമ്മുടെ നാവിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. പിതാവായ ദൈവം ഇന്നും നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഒറ്റയ്ക്ക് വിടുവാനോ നമ്മളെ അനാഥരായിട്ട് വിട്ടുകളയുവാനോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ കുർബാനയായി ഇന്നും കർത്താവ് നമ്മളിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വലിയ സ്നേഹത്തെ, നമുക്ക് ജീവൻ പകരുന്ന, നിത്യജീവൻ നൽകുന്ന ആ വലിയ സ്നേഹത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കാം. അതുകൊണ്ട് രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ആ സ്നേഹം, ആ നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുന്നത് നമ്മൾ ആ വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ മാത്രമാണ് എന്നാണ് വചനം പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കുവാനെന്നാണ്. അപ്പം നമ്മൾ ആ വിശ്വാസത്തിൽ കടന്നു വരേണ്ടിയിരിക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കടന്നു വരേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യത്തിലോട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: ഗോഡ് ക്രിയേറ്റഡ് യു വിത്തൗട്ട് യു, ഗോഡ് കാനോട്ട് സേവ് യു വിത്തൗട്ട് യു. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയെന്നാണെങ്കിൽ നമ്മുടെ സഹകരണമോ നമ്മളുടെ തീരുമാനമോ ഇല്ലാതെ കർത്താവിന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സ്വാതന്ത്ര്യം, ആ ഫ്രീഡം കർത്താവ് തരുന്നുണ്ട്. നമ്മൾ ആ വിശ്വാസത്തിൽ കടന്നു വരുവാനായിട്ട്, ആ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട്. ഒരുപക്ഷെ അത് പെട്ടെന്നുള്ള ഒരു തീരുമാനമോ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കടന്നു വരുന്ന അല്ലെങ്കിൽ നേടിയെടുക്കുന്ന ഒരു അനുഗ്രഹമല്ലായിരിക്കാം. ഇതൊരു പ്രോഗ്രസ്സാണ്, ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ ഒരു ഭാഗമാകുവാൻ, ഈ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാകുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് നിക്കോദെമോസും ഈശോയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിക്കോദെമോസ് ഇത് തിരിച്ചറിയുവാൻ സാധിച്ചത് കർത്താവിൻ്റെ കുരിശുമരണത്തിൽ, കുരിശിൻ്റെ വഴിയിൽ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി മരണശേഷം അത് വിട്ടുകൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ വിശ്വാസത്തിൽ കടന്നു വരുന്ന നിക്കോദെമോസിനെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുക. അതുപോലെ തന്നെ കർത്താവായ ഈശോ ഒരു സുവിശേഷകൻ ഒരു ഉപമയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചുവെന്നും. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മുടെ മുമ്പിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, കൂദാശകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെയാണ്. ദിവികാട് നാഥന് മുമ്പിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും കുമ്പസരിക്കുവാനും ഭജനം വായിക്കുവാനും അങ്ങനെ ഒട്ടേറെ അധികം നമുക്ക് പ്രാർത്ഥനകളും കൂദാശകളും നമുക്ക് കർത്താവ് നൽകുന്നുണ്ട്. ആ അനുഗ്രഹം, ആ വെളിച്ചം, പ്രകാശമാകുന്ന ക്രിസ്തു ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾ അതിനെ വകവയ്ക്കാതെ, വില കൊടുക്കാതെ, തുച്ഛമായി കരുതി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട്. അവിടെയാണ് കർത്താവ് നമ്മൾ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ്, പ്രകാശമാകുന്ന കൃപയാകുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ ക്രിസ്തുവിലായിരിക്കുവാനായിട്ട്, ആ പ്രകാശത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളിലുള്ള കുറവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുവാനായിട്ട് നമുക്ക് മുമ്പോട്ട് വരുവാൻ സാധിക്കുന്നത്. ഈ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആ വെളിച്ചത്തിൻ്റെ മക്കളായി ആ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.